Hello, good day. We easy to cherta veche end gift ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ എന്ത് ഒരു അടിപൊളി ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതേ ഇതുപോലെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്, mseal എടുത്തിട്ടുണ്ട് ട്ടോ. എന്നിട്ട് ദേ നമ്മുടെ ആ ബോട്ടിലിന്റെ ക്യാപ്പ് ഇതിന്റെ താഴ്ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ചിരട്ട നമ്മളൊന്ന് സാൻഡ് പേപ്പർ ചുരച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായി. പിന്നെ നമുക്ക് വേസ്റ്റ് ആയ ഒരു വള എടുക്കാം. പഴയ നമ്മുടെ ഇതുപോലത്തെ ഒരു വള എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ mseal വെച്ചിട്ട് തന്നെ ഇതിന്റെ മേളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ക്ലേ വെച്ചിട്ട് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ അത് കുറേ നേരം പിടിക്കും ഒട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് mseal എടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലേ ഉണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിർത്തേണ്ട വരെ, എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ട വരും. ഈ വള ഒന്ന് ഉണങ്ങണ വരെ mseal ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ടാണ് mseal യൂസ് ചെയ്തത്. അപ്പോൾ അതേ നമ്മുടെ mseal വെച്ച് താഴെ ഭാഗം ഒട്ടിച്ചതിൻ്റെ സൈഡിലൊക്കെ ഞാൻ പേനയുടെ ട്യൂബും കൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ mseal തന്നെ ഇങ്ങനെ ഒരു നീളത്തിൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ചുരുട്ടി എടുത്തിട്ട് അതും അതിൻ്റെ മേളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ mseal കൊണ്ട് തന്നെ ഞാൻ ഈ ചിരട്ട മൊത്തം ഒന്ന് ഡെക്കോറാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ഒരു ഷോ പീസായിട്ട്, ഒരു ആൻറ്റിക് പീസായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പേനയുടെ ടോപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഡിസൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ മിറേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങളുടെ കയ്യിൽ മിറേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഡ്രസ്സിന്മേലുള്ള ലേസൊക്കെ ഉണ്ടല്ലോ, അതുമ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ മിററൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് വെച്ചാലും മതി. അപ്പോൾ ഞാൻ മിറർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ മിറർ നമുക്ക് 1 രൂപക്ക് കിട്ടും കേട്ടോ. ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോഴാണ് ഒത്തിരി റേറ്റ് കുറവ് കിട്ടും. നല്ലാണ്ട് കടയിൽ നിന്ന് നമുക്ക് 1 രൂപക്ക് ഒരു മിറർ എന്ന രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതായത് ഞാൻ ട്യൂബും കൊണ്ട് തന്നെ അതിന് ചുറ്റും ഇതുപോലെ ഒന്ന് കുഞ്ഞ് ഡിസൈൻ ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ക്ലേ ടൂളൊക്കെ ഉണ്ടെങ്കിൽ ക്ലേ ടൂൾ വെച്ചിട്ട് നല്ല അടിപൊളി ഡിസൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്ലേ ടൂളൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പേനയുടെ ട്യൂബ് വെച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ mseal ആയതുകൊണ്ട് അടിയിൽ പശയൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ഡയറക്റ്റ് ഇതിൻ്റെ മേളിലേക്ക് ഇതൊന്നോരോ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നീളത്തിൽ ഞാൻ mseal ഒന്നോരോ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ msealന് നമുക്ക് 30 രൂപയുടെ പാക്കറ്റും 15 രൂപയുടെ പാക്കറ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ 30 രൂപയുടെ പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചിരട്ടയമ സെറ്റ് ചെയ്തെടുക്കാവുന്ന തരത്തിലുള്ള രീതിയിലുള്ളത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 30 രൂപയും ഒരു ചിരട്ട ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു ഡെക്കോർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ മുകളിൽ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു മിറേഴ്സൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇല്ലാന്നുള്ളവർ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും മുത്തുകളൊക്കെ വെച്ചിട്ടാണെങ്കിലും ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിരട്ടയും താഴെ ഒരു ക്യാപ്പും ഒരു വളയും മാത്രമേ ആവശ്യമുള്ള സംഭവമുള്ളൂ. പിന്നെ ഇതുപോലെ ഞാൻ മയിൽപ്പീല് പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ നിങ്ങൾ ഡിസൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചാനലെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പുതിയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ അതൊക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് ചാനലിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെറിയൊരു മയിൽപ്പീലി പോലെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലേ ഇതിനകത്ത് മുഴുവൻ ഒട്ടിക്കാവുന്ന രീതിയിലല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 30 രൂപയുടെ ക്ലേ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ക്ലേ അല്ല, mseal മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതേ ഞാൻ പേനയുടെ നിമ്പ് വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. സ്കെയിൽ വെച്ചിട്ടാലും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഇതുപോലെ റൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്യൂബ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പല ടൂളുകൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 2 hours കൊണ്ട് ഫുള്ളായിട്ടൊന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബ്ലാക്ക് കോട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ബ്ലാക്കാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല ഡിസൈൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പല കളേഴ്സ് യൂസ് ചെയ്യാം. ഞാൻ നോർമലി എല്ലാത്തിനും ഇതുപോലെ ബ്ലാക്ക് കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ ഗോൾഡനാണ് കൊടുക്കാറ്. എനിക്കിങ്ങനെ സിൽവർ മെറ്റാലിക് കളേഴ്സും ഗോൾഡനും ഷെയ്ഡ് കൊടുക്കണത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതേ സംഭവം ഞാൻ ഇതുപോലെ ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ കളറിലെ പൗഡറും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാർണിഷ് ഉണ്ടെങ്കിൽ വാർണിഷ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ആ ഗോൾഡൻ പൗഡർ അടിച്ചതിൻ്റെ മുകളിലൊന്ന് അടിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോളിൻ്റെ ഗ്ലൂ എടുത്തിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നമ്മുടെ ഈ സിൽവർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ അടിച്ചത് കുറേ നാൾ ലോങ് ആയിട്ട് നിൽക്കും. പൊടി യൂസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്. പെയിൻറ്റ് അടിക്കുവാണെങ്കിൽ ഒത്തിരി നാളും കൂടി കുറച്ചും കൂടി നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിരട്ട കൊണ്ടുള്ള ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു വാൾ ഹാങ്ങിങ്സ് ആണ്, ഇത് വാൾ ഷെൽഫ് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അതേ സംഭവം നമ്മുടെ ചിരട്ട കൊണ്ടുള്ള കുഞ്ഞ് ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോകാം. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തീർന്നു പോയ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീർന്നു പോയ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഡെക്കോർ ഇതുവരെ ഒരു കുഞ്ഞ് പ്ലാന്റർ ഉണ്ടാക്കി എങ്ങനെ വീട്ടിൽ വെക്കാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ളത് mseal ആണ്. mseal അല്ലെങ്കിൽ ക്ലേ എടുത്താലും മതി കേട്ടോ. അതായത് നമ്മുടെ ഒരു കുഞ്ഞ് ആക്ലിക്കിൻ്റെ ബോട്ടിൽ കഴുകി ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പ് നമ്മുടെ സെല്ലോ ടേപ്പിൻ്റെ താഴെ ഭാഗത്തേക്ക് mseal വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ mseal യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
സ്റ്റില്ല് ഒട്ടിക്കുമ്പോൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചാടി പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എംസിയിൽ മോൾ ഭാഗത്ത് വെച്ച് ഒട്ടിക്കേണ്ടത്. അല്ലെങ്കിൽ ക്ലേ ആണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇത് ചെയ്ത് കഴിയുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ അത് ചാടി പോരാൻ ചാൻസ് ഉണ്ട്. എംസിയിലാകുമ്പോൾ അത് ചാടി പോരത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ആക്രിലിക് കളർ വെച്ചിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതേ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചെറിയൊരു ചെടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സിമ്പിൾ ക്യൂട്ടായിട്ടുള്ള ഒരു ടേബിളിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡെക്കോറാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.